7 വർഷം കള്ളൻ എന്ന വിളികേട്ട് അപമാനം സഹിച്ച് നിയമപോരാട്ടം നടത്തിയ രമേശ് കുമാറിന് ഒടുവിൽ നീതി. അയൽവാസിയായ വയോധികയുടെ മാല പൊട്ടിച്ചു എന്നായിരുന്നു രമേശിനെതിരായ കേസ്. എന്നാൽ മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതി രമേശിനെ കുറ്റവിമുക്തനാക്കി. ഇത്രയും കാലം താൻ നേരിട്ട അപമാനത്തിനും പോലീസിൽ നിന്നുണ്ടായ ക്രൂരമർദ്ദനത്തിനും ആര് സമാധാനം പറയുമെന്നാണ് രമേശ് ചോദിക്കുന്നത്. ആ ദിവസം രമേശ് കുമാറിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. തന്റെ വീട്ടിലെ കോഴികളെയും മുയലുകളെയും അഴിച്ചുവിട്ട് ജോലിക്ക് പോകാൻ തയ്യാറാകുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവനെത്തിയത്. കള്ളനെന്ന കളങ്കം തനിക്കുമേൽ ചാർത്തിവെക്കാൻ സഹിച്ച നാണക്കേടിന്റെയും പോലീസ് മർദ്ദനത്തിന്റെയും കഥ രമേശ് കുമാർ തന്നെ പറയും. ഗേറ്റ് തുറക്കാനായിട്ട് വരുമ്പോഴാണ് 2 പിള്ളേർ വന്ന് വഴിയിൽ വന്നിരിക്കുന്നത് ഗേറ്റിൻ്റെ അവിടെ. അപ്പം എന്താണ്ടാന്ന് ചോദിച്ചപ്പോൾ അണ്ണ ഒന്ന് ഗേറ്റ് തുറക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഗേറ്റ് തുറന്നു. അണ്ണൻ വീട്ടിൽ വന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ അവരുടെ കൂടെ തന്നെ പോയി. അണ്ണ അതിനുപോലെ അമ്മയുടെ മാല പൊട്ടിച്ചതിന് തരണം, ആരും അറിയത്തില്ല, ആരും അറിയണ്ട, അണ്ണനിഞ്ഞ് തന്നാമെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പം വീട് മൊത്തം വളഞ്ഞു പോലീസുകാർ. അതെല്ലാം കഴിഞ്ഞ് ഈ പ്രദീപ് കുമാറും കൂട്ടരും വന്നിട്ട് നീ വീട്ടിലൊന്നും കണ്ടില്ല, നീ മാലഞ്ഞിട ഛർദ്ദിച്ച് തന്നാലും മതി, അല്ലെങ്കിൽ വയറ്റി മിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കിണറ്റിട്ടുണ്ടോ കോഴിക്കോട്ടുണ്ടോ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പെരുമാറ്റം തുടങ്ങി. അടിയാണ് തുടങ്ങി. അടി എന്ന് പറഞ്ഞാൽ സൂപ്പർ അടി. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കത്തില്ല, അതുപോലത്തെ അടി അടിച്ച്. 47 ദിവസമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത്. പുറത്തിറങ്ങിയപ്പോൾ നിരവധി മാലമോഷണ കേസുകളിൽ പ്രതിയായ യഥാർത്ഥ മോഷ്ടാവ് പോലീസിന്റെ പിടിയിലായി കുറ്റമേറ്റ് പറഞ്ഞു. പക്ഷേ അപ്പോഴും അയൽവാസിയായ പരാതിക്കാരി രമേശ് കുമാർ തന്നെയാണ് പ്രതിയെന്ന പരാതിയിൽ ഉറച്ചുനിന്നു. ഏറെ വൈകിയാലും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെന്ന് രമേശ് പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതി കേസിൽ രമേശ് കുമാർ കുറ്റവാളിയല്ല എന്ന് വിധിച്ചത്. ഇപ്പോൾ മാവേലിക്കരയിലെ സ്വകാര്യ ഹോട്ടലിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുകയാണ് രമേശ് കുമാർ. കേസിൽപ്പെട്ടതോടെ 7 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സ്കൂളിലെ ഡ്രൈവർ ജോലി നഷ്ടമായിരുന്നു. മക്കളുടെ അടക്കം മുഖത്ത് നോക്കാനാകാതെ വീർപ്പുമുട്ടിയ ദിവസങ്ങളിൽ താൻ നേരിട്ട പീഡനങ്ങൾക്ക് കാരണക്കാരായവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് രമേശ് കുമാർ. ഒരിക്കൽ കള്ളനെന്ന പേര് വീണാൽ പിന്നെ ആജീവനാന്തം ആ പേരിന്റെ തടവറയിൽ കഴിയേണ്ടി വരുന്നു എന്ന സാമൂഹ്യ യാഥാർത്ഥ്യം പലപ്പോഴും നമുക്ക് ചുറ്റിനുമുള്ളതാണ്. 7 വർഷക്കാലമാണ് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കള്ളൻ എന്ന പഴി കേൾക്കേണ്ടി വന്നത്. അന്ന് തനിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചവർക്ക് ഇപ്പോൾ എന്തു പറയാനുണ്ട് എന്നാണ് രമേശൻ കുമാറിന് ചോദിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഈ സാധാരണക്കാരനായ മനുഷ്യൻ. ഇദ്ദേഹത്തിനും ലഭിക്കേണ്ടതാണ് നീതി. അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.